അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കടന്നൽ സ്വപ്നം കണ്ടാൽ, കടന്നൽ നമ്മളൊക്കെ പേടിക്കുന്ന ഒന്നാണ് ഇല്ലേ? കടന്നൽ ചില സ്ഥലങ്ങളിൽ ചില മരങ്ങളിലൊക്കെ നന്നായിട്ട് വലിയ കൂടൊക്കെ കെട്ടിയിട്ട് കാണാൻ സാധിക്കും കടന്നലിനൊക്കെ. ചിലപ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും, ചില കാടുകളിൽ കാണാൻ സാധിക്കും. ഇപ്പം നമ്മളൊക്കെ പേടിക്കുന്ന ഒന്നാണ്. കാരണം അതിൽ കുത്തേറ്റാൽ കുറച്ച് സമയത്തിന് ഒന്നും നോക്കണ്ട, കിടപ്പ് തന്നെ ആയിരിക്കും നമ്മളൊക്കെ. അത്രയും വേദന ഉണ്ടാവും. ആ കടന്നലിന് നമ്മൾ സ്വപ്നം കാണാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? നല്ല വ്യാഖ്യാനമായിരിക്കുമോ അല്ലെങ്കിൽ മോശമായ വ്യാഖ്യാനമായിരിക്കുമോ? നമുക്ക് നോക്കാം. നമ്മൾ പാമ്പിനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ശത്രുവാണ്, ശത്രുദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഏറ്റവും വലിയ വ്യാഖ്യാനം, ഏറ്റവും പേടിപ്പെടുത്തുന്ന പ്രയാസകരമായ വ്യാഖ്യാനം ഈ പാമ്പിനാണുള്ളത് എന്നാണ് നമ്മൾ കരുതുക. പക്ഷേ വേറൊരു വ്യാഖ്യാനം ഇതിൽ പറയുന്നുണ്ട്. എന്താണ്? കടന്നൽ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അപകടകാരിയായ ശത്രു എന്നാണ്. നമ്മൾ പാമ്പിൻ്റെ സ്വപ്നം കണ്ടാൽ അപകടകാരിയായ ശത്രു എന്നൊന്നും പറയുന്നില്ല. ശത്രുദോഷം എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? അപകടകാരിയായ ശത്രു എന്നാണ്. പിന്നെയോ ആക്രമിക്കുന്ന കൂട്ടുകാരനെന്നും എന്താകുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വല്ലാത്തൊരു വ്യാഖ്യാനം തന്നെയാണ് അല്ലേ? അപ്പോൾ കടന്നൽ, പാമ്പിന് സ്വപ്നം കാണുന്നതിലേറെ ഡേഞ്ചറാണ് കടന്നലിന് സ്വപ്നം കണ്ടാൽ. അതും അപകടകാരിയായ ശത്രുവാണ്, വെറും ശത്രുവല്ല, അപകടകാരിയായ ശത്രു എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് മഹാരഥന്മാരായ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ നമ്മൾ മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മറ്റൊരാൾക്ക് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.